ഹലോ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നൗഷാദ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ശാസ്ത്രമേള പോലത്തെ പരിപാടികൾക്കൊക്കെ അവതരിപ്പിക്കാവുന്ന ഒരു സിമ്പിൾ DIY പ്രൊജക്റ്റ് ആണ്. നൂലുകൾ കൊണ്ട് ബാലൻസ് ചെയ്ത് നിർത്തിയിട്ടുള്ള ഇരുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ലോഹം, അതാണ് ഇതിലെ മെക്കാനിസം. ആദ്യം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനുശേഷം എന്താണ് ഇതിന്റെ പ്രവർത്തന രീതി, കാര്യങ്ങൾ എന്നൊക്കെ നോക്കാം. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് 34 ഇഞ്ച് നീളത്തിലുള്ള ചെമ്പിന്റെ ഒരു കമ്പിയുടെ കഷ്ണമാണ്. ചെമ്പ് അല്ലെങ്കിൽ അലുമിനിയത്തിന്റെ കമ്പിയോ നമുക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം നമ്മൾ ഇതിനെ ഒരു 3 ഇഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്തതിനു ശേഷം അവിടെ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം വീണ്ടും 6 ഇഞ്ച് നീളം ഗ്യാപ്പ് വിട്ടതിനു ശേഷം വീണ്ടും അതേ ലെവലിൽ തന്നെ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു 6 ഇഞ്ച് നീളം ഗ്യാപ്പ് വിട്ടതിനു ശേഷം വീണ്ടും ഒരു 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുക. ശേഷം വീണ്ടും ഒരു 6 ഇഞ്ച് നീളത്തിൽ 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ എത്തിയിട്ടുള്ള ആ ഒരു കമ്പിയുടെ ഭാഗത്ത് വെച്ചതിന് ശേഷം നേരെ മുകളിലേക്ക് ബെൻഡ് ചെയ്ത് നിർത്തുക. ഇപ്പോൾ നമുക്ക് അടിയിലായിട്ട് കിട്ടുന്ന ആ ചതുരത്തിലുള്ള ഭാഗത്തിന് സമാന്തരമായിട്ട് മുകളിൽ നിന്നും 3 ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം അകത്തേക്ക് മടക്കി വെക്കുക. അതൊരു 100 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്ത് വെച്ചാലും മതിയാവും. അതിനുശേഷം നമ്മൾ ടൈലറിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു നൂലിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് രണ്ടറ്റം വന്ന് നിൽക്കുന്ന ആ ഒരു ഭാഗം ഒന്ന് കെട്ടി ഉറപ്പിച്ച് നിർത്താം. ഇതേപോലെ തന്നെയുള്ള ഒരു കഷ്ണം കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നൂലിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഏതെങ്കിലും ഒരു കോർണറിലായിട്ട് കെട്ടിവെക്കുക. അതിനുശേഷം നമ്മൾ മുകളിലുള്ള ആ ഒരു സ്റ്റാൻഡിനെ ഈ ഒരു ലെവലിൽ പിടിച്ച് എത്ര നീളം നൂല് ആവശ്യമുണ്ടെന്ന് നോക്കി ആ ഒരു ഭാഗം വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഇതേ അളവിൽ തന്നെ 3 നൂലുകൾ കൂടി കട്ട് ചെയ്ത് മറ്റ് 3 കോർണറിൽ കൂടിയും കെട്ടി നിർത്തുക. ഈ 3 നൂലുകളും ഒരേ ലെവലിൽ പിടിച്ച് അടിയിലുള്ള സ്റ്റാൻഡിലേക്കും കെട്ടി നിർത്തുക. അതിനുശേഷം മറ്റൊരു നൂലിൻ്റെ കഷ്ണം കൂടി എടുത്ത് മുകളിലുള്ള സ്റ്റാൻഡിനെയും താഴെയുള്ള സ്റ്റാൻഡിനെയും ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അകത്തേക്ക് വളച്ചു നിർത്തിയിട്ടുള്ള കമ്പിയുടെ അറ്റങ്ങൾ തമ്മിൽ കണക്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം ചെരിഞ്ഞാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ചെരിഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള 2 കയറുകളും ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെവലായിട്ട് നിൽക്കുന്നതാണ്. ഇത് നമുക്ക് ത്രികോണാകൃതിയിലും ഉണ്ടാക്കാവുന്നതാണ്. ത്രികോണാകൃതിയിലാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ 3 കയറുകളെ വശങ്ങളിൽ വരുന്നുള്ളൂ. നടുവിലായിട്ട് ഒരു ചെറിയ കയറും മാത്രമേ വരുന്നുള്ളൂ. കണ്ടോ? ഇതിന് പറയുന്ന പേര് ടെൻഷൻ സസ്പെൻഷൻ എന്നാണ്. ഇതിൽ നടക്കുന്ന പ്രവർത്തനവും തൂക്കുപാലത്തിൽ നടക്കുന്ന പ്രവർത്തനവും ഏകദേശം സെയിം ആണ്. തൂക്കുപാലത്തിന് എഞ്ചിനീയറിംഗിൽ പറയുന്നത് സസ്പെൻഷൻ ബ്രിഡ്ജ് എന്നാണ്. ഈ തൂക്കുപാലത്തിൻ്റെ ടോട്ടൽ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത് തൂക്കുപാലത്തിൻ്റെ മുകളിലൂടെ പോയിട്ടുള്ള 2 വലിയ റോപ്പുകൾ കാണാം. അതിലേക്കായിട്ട് തൂക്കുപാലത്തിൻ്റെ ഓരോ മീറ്റർ ഗ്യാപ്പ് വിട്ട് മുകളിലേക്ക് വലിച്ചു കെട്ടിയിട്ടുള്ള ആ റോപ്പുകളിലായിരിക്കും. എന്നാൽ മുകളിലൂടെ പോകുന്ന വലിയ റോപ്പ്, അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ അറ്റം ഈ പാലത്തിൻ്റെ തന്നെ 2 അറ്റങ്ങളിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാകുക. അതുകൊണ്ടാണ് അതിന് സസ്പെൻഷൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഉള്ള ഒരു പ്രവർത്തനമാണ്, ഒരു മെക്കാനിസമാണ് ഇതിൽ നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത ശനിയാഴ്ച വീണ്ടും കാണാം.